മീൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരുണ്ടല്ലേ? പക്ഷേ മീൻ കഴിക്കുമ്പോൾ എല്ലാവരെയും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ട്, അതിലെ മുള്ളുകൾ. തൊണ്ടയിൽ മുള്ളു കുടുങ്ങുമോ എന്ന പേടി കാരണം മീൻ കഴിക്കാത്ത എത്രയോ പേർ നമുക്കിടയിലുണ്ട്. എന്നാൽ ഇനി ആ പേടി വേണ്ട എന്ന് പറഞ്ഞാലോ? അതെ, ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ചൈനയിലെ ശാസ്ത്രജ്ഞർ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ്. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നും, പക്ഷേ സംഗതി സത്യമാണ്. സാധാരണ മീനുകളിലെ അസ്ഥികൂടം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിലെ ചെറിയ മുള്ളുകൾ പൂർണ്ണമായും ഒഴിവാക്കിയ ഒരു പുതിയ ഇനം മീനിനെ അവർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. ചൈനീസ് അക്കാദമി ഓഫ് ഫിഷറി സയൻസസിലെ ശാസ്ത്രജ്ഞരാണ് ഈ അത്ഭുതത്തിന് പിന്നിൽ. സോങ്കെ നമ്പർ 6 എന്നാണ് ഇതിനവർ പേര് നൽകിയിരിക്കുന്നത്. ചൈനയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ക്രൂഷ്യൽ കാർപ്പ് എന്ന മീനിലാണ് അവർ ഈ പരീക്ഷണം വിജയിപ്പിച്ചത്. നമ്മൾ സാധാരണ കാണുന്ന മീനുകൾക്ക് പ്രധാനമായും അസ്ഥികൂടത്തിന് പുറമെ മാംസത്തിനിടയിൽ ചെറിയ ചെറിയ മുള്ളുകൾ ഉണ്ടാവാറുണ്ട്. ഈ മുള്ളുകൾ നീക്കം ചെയ്യുക എന്നത് പാചകക്കാർക്കും കഴിക്കുന്നവർക്കും വലിയൊരു തലവേദനയുള്ള കാര്യമാണ്. എന്നാൽ പുതിയ വിധിയിലൂടെ ഈ ചെറിയ മുള്ളുകൾ വളരുന്നത് തടയാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു. മീനിന്റെ മാംസത്തിന്റെ ഗുണത്തിലോ രുചിയിലോ യാതൊരു മാറ്റവും വരാതെയാണ് ഇത് സാധ്യമാക്കിയിരിക്കുന്നത്. ഇതിനായി അവർ ഉപയോഗിച്ചിരിക്കുന്നത് ലോക പ്രശസ്തമായ CRISPR-Cas9 എന്ന ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയാണ്. മീനുകളിൽ ഈ ചെറിയ മുള്ളുകൾ ഉണ്ടാകാൻ കാരണമാകുന്ന പ്രത്യേക ജീനിനെ തിരിച്ചറിഞ്ഞ അവർ ആ ജീനിനെ ശാസ്ത്രീയമായി പ്രവർത്തനരഹിതമാക്കി. അങ്ങനെ പരീക്ഷണശാലയിൽ വിരിഞ്ഞ കുഞ്ഞു മീനുകളിൽ ഈ ചെറിയ മുള്ളുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമായി. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ പരീക്ഷണം വലിയ വിജയമായത്. മുള്ളില്ലാത്ത മീൻ ഇത് ശാസ്ത്രലോകത്ത് മാത്രമല്ല, ലോകമൊട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കണ്ടുപിടുത്തമാണ്. അതിന് കാരണമുണ്ടെന്ന് തന്നെ പറയാം. അതിൽ ഒന്നാമത്തെ കാര്യം, മുള്ളിനെ പേടിക്കാതെ കുട്ടികൾക്കും മുതിർന്നവർക്കും സുരക്ഷിതമായി മീൻ കഴിക്കാം എന്നത് തന്നെയാണ്. 2, മീൻ ടിന്നുകളിലാക്കി വിൽക്കുന്ന കമ്പനികൾക്കും റെസ്റ്റോറന്റുകൾക്കും മുള്ളു കളയാൻ ചെലവാക്കുന്ന സമയം ലാഭിക്കാം. 3, സാമ്പത്തിക ലാഭമാണ്. ക്രൂഷ്യൽ കാർപ്പ് മീനുകളെ വളർത്താൻ വളരെ എളുപ്പമാണ്. അവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഇതുവഴി സഹായിക്കും. വാർത്തകളെല്ലാം പുറത്തു വന്നതിന് പിന്നാലെ ഈ മീനുകൾ ചൈനയിലെ വിപണിയിൽ വലിയ തരംഗമായി മാറുകയാണ്. ഭാവിയിൽ മറ്റു മീനുകളിലും, ഉദാഹരണത്തിൽ സാൽമൺ, തിലോപ്പിയ, ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രജ്ഞർ. ഒരു നാണയത്തിന് ഇരുവശങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് പോലെ ഈ പരീക്ഷണത്തിനും വെല്ലുവിളികളുണ്ട്. ഇത് ജനിതക മാറ്റം വരുത്തിയ ഒന്നായതുകൊണ്ട് തന്നെ ഇതിന്റെ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ചിലർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രകൃതിദത്തമായ രീതിയിൽ നിന്ന് മാറുമ്പോൾ അത് പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കും എന്നത് വലിയൊരു ചോദ്യമാണ്. എന്നാൽ കർശനമായ പരിശോധനകൾക്ക് ശേഷമേ ഇവ വിപണിയിൽ എത്തിക്കുകയുള്ളൂ എന്നാണ് ചൈനയുടെ അവകാശവാദം. എന്തായാലും സാങ്കേതിക വിദ്യ നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ പോലും സ്വാധീനം ചെലുത്താൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഭാവിയിൽ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് കാണേണ്ടി വരിക എന്നത് കണ്ടു തന്നെ അറിയണം.